Adobe Illustrator പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസിലെ ഒരു എപ്പിസോഡാണിത്. ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പപ്പറ്റ് വാർപ്പ് ടൂൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ യൂസ് ചെയ്യാം, അത് യൂസ് ചെയ്ത് നമ്മളൊരു തട്ടിക്കൂട്ട് ആനിമേഷൻ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഒട്ടും സമയം കളയാതെ പോയി നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ക്രിയേറ്റ് ചെയ്ത എന്തിരനാണ്. അപ്പോൾ ഈ എന്തിരനെ നമുക്ക് ഒന്ന് ആനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കാം. ശരിക്കും നമ്മൾ ഇല്ലുസ്ട്രേറ്റർ ആനിമേഷന് വേണ്ടിയിട്ടുള്ളൊരു ടൂളോ സോഫ്റ്റ്വെയറോ ഒന്നുമല്ല, പക്ഷേ നമുക്ക് ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളേതായ രീതിയിലൊന്ന് ആനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു ടൂള് പപ്പറ്റ് വാർപ്പ് ടൂൾ എന്ന് പറയും. ഇത് നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണില്ല, കാരണം ഇതായിരിക്കും ഇവിടെ കിടക്കുന്നത്. ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറയുന്നതായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പപ്പറ്റ് വാർപ്പ് ടൂൾ എന്ന് പറയുന്ന ടൂൾ എടുക്കുക. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഈ ആർട്ട് ബോർഡിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കാം. അതിന് ആർട്ട് ബോർഡിൻ്റെ ഈ ടൂൾ എടുത്തതിന് ശേഷം ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യണം. അപ്പോൾ ആർട്ട് ബോർഡിൻ്റെ ഒരു കോപ്പിയും കൂടി എനിക്ക് കിട്ടി. ഇനി ഞാൻ സെലക്ഷൻ ടൂൾ എടുത്ത് ഇതിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് ഞാൻ സൂം ചെയ്ത് ഇനി പപ്പറ്റ് വാർപ്പ് ടൂൾ എടുത്തിട്ട് ഇതിൽ ഓൾറെഡി കുറച്ച് പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്കും പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. ഈ പോയിൻറ്റുകൾ ആഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് ഈ കൈ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ പോയിൻ്റ് ആഡ് ചെയ്യുന്നു അവിടെ ഉള്ള മൂവ്മെൻറ്റ് അവിടെ ഒന്ന് കുറയും മൂവ്മെൻറ്റ്. ഞാൻ ഇപ്പോൾ ഇവിടെ പോയിൻ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, കൈ അനക്കിയപ്പോൾ അവിടുത്തെ പഴയ മൂവ്മെൻറ്റ് ഇല്ല. ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റായി പോവും. ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് പ്രസ് ചെയ്താൽ ഡിലീറ്റും ആവും. ഇത് കണ്ടില്ലേ, അയ്യോ തലയിളായിപ്പോയി. അപ്പോൾ തല ഇവിടെ നിർത്താൻ ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്തിട്ട് അപ്പോൾ ഇത് പഴയ പോലെ ആക്കാം. എന്നിട്ട് നമുക്കിതിൽ അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പപ്പറ്റ് വാർപ്പ് ടൂൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആനിമേഷനുള്ളൊരു ടൂളല്ല, ഈ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അല്ല അഡോബി ഇല്ലുസ്ട്രേറ്റർ. പക്ഷേ നമുക്ക് അതിൽ നമ്മളുടേതായ ബുദ്ധി എന്ന് പറയാം, ബുദ്ധി ഉപയോഗിച്ച് നമുക്കൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു ഇത് സെലക്റ്റഡ് ആണ്. സെലക്ട് ചെയ്തിട്ട് ഈ ഇമേജ് സെലക്ട് ചെയ്ത് ഞാൻ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഫുള്ള്. അവിടെ ഒരു പിന്ന് കൊടുത്തു, ഇവിടെ ഒരു പിന്ന് കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെ. ഇനി ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഈ കാലിങ്ങനെ ഒന്ന് പൊക്കുന്നു. എന്നിട്ട് അടുത്ത ഇമേജിൽ എനിക്കിത് താഴ്ന്ന് പഴയ പോലെ തന്നെ വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ എടുത്തിട്ട് താക്കുന്നതിനെക്കാട്ടി ഇതേ സെയിം ഇമേജ് തന്നെ എടുത്ത് വെച്ചാൽ പോരെ. ഞാൻ എന്ത് ചെയ്യാം, ഇതെടുത്തിട്ട് ആർട്ട് ബോർഡ് ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഓൾട്ട് പ്രസ് ചെയ്യുന്നത് എന്തിനാണ്, കറക്റ്റ് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ. ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നത് കറക്റ്റ് ഇത് സ്ട്രെയിറ്റ് ലൈനിൽ വരാനായിട്ട്. ഇനി ഞാൻ അടുത്ത് ഇതിൻ്റെ ഒരു കോപ്പി കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ എടുത്ത് ഇത് സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഇതൊന്ന് കുറച്ച് ഉയർത്തുന്നു. അടുത്ത് ഇതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ എടുത്ത് സെലക്ട് ചെയ്യുന്നു. പപ്പറ്റ് വാർപ്പ് ടൂൾ എടുത്തിട്ട് ഇവിടുത്തെ പിന്നെ പോയി, കാരണം ഇവിടെ നമ്മൾ ആദ്യത്തെ കോപ്പിയാണ് എടുത്തത്, പിന്നെ അതിലാണ് ചേഞ്ച് വരുത്തിയത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഒരു പിന്നെ അടിച്ചിരുന്നത് പോയെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓക്കെ. ഇപ്പോൾ എത്ര ആർട്ട് ബോർഡായി? 1 2 3 4 5. ഇനി നമുക്കിത് തിരിച്ച് പഴയ പോലെ പോകുന്ന ഒരു ആനിമേഷനും കൂടെ ചെയ്യണം. അതിനെന്താണ് ചെയ്യേണ്ടത്,
തിരിച്ചിനെ പറക്കി അടുക്കി വെച്ചാൽ പോരെ. അതിന് ഓൾട്ട് മാത്രം പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇതിങ്ങനെ വന്നിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് പോകുന്നതിന് തുല്യമാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് സേവ് ചെയ്യാം, ജസ്റ്റ് ഒരു ഇമേജ് ആയിട്ട്. അതിന് ഫയൽ, എക്സ്പോർട്ട് ആസ്, ഞാൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ട് യൂസ് ആർട്ട് ബോർഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിനൊരു പേര് കൊടുക്കുക. ഞാൻ റോബോ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇത് ഓൾ സെലക്ട് ചെയ്തിരിക്കുക. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. RGB ഇത് ക്വാളിറ്റിയൊക്കെ മാക്സിമം കൊടുത്തോ. റെസൊല്യൂഷനൊക്കെ പഴയത് കിടക്കുന്ന തന്നെ മതി. ഇപ്പോൾ 300 കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമില്ല. 300 കൊടുക്കുന്നതെങ്കിൽ അത്രയും ക്വാളിറ്റിയിൽ ഹൈ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ആവും. അത്രേ ഉള്ളൂ. ഇനി ഓക്കെ കൊടുക്കാം. ഇനി വെയിറ്റ് ചെയ്യാം. വെയിറ്റിംഗ്. പിന്നെ ഞാൻ ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഞാനിത് സെലക്ട് ചെയ്തപ്പം പപ്പറ്റ് വാർപ്പ് ടൂൾ ആദ്യം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു മെഷും കൂടെ കാണാൻ പറ്റും. അപ്പം അത് കാണണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോ മെഷ് എന്ന് പറയുന്ന ഓപ്ഷൻ അങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ആയിക്കോളും. ഇവിടെ ഈ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇവിടെ മുകളിൽ നോക്കിയാലും കാണാൻ പറ്റും. ഓക്കെ, ഇനി അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? നിങ്ങളെ ഞാൻ എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? pigcation.com കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇമേജസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കിവിടെ 10 ഇമേജ് വരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മളൊരു 9 ഇമേജ് എന്തോ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ആ 10 ഇമേജസ് അല്ലെങ്കിൽ എത്രയാണോ അത് ചൂസ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ റോബോ 1, റോബോ 2, അങ്ങനെ എല്ലാ ഇമേജസും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ എല്ലാ ഇമേജും ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ സ്പീഡിൽ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ 0.2 എന്ന് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് ആനിമേഷൻ എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ അല്ലാതെ ഇതിലിപ്പോൾ 10 ഇമേജ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ വേണമെങ്കിൽ വേറെ സോഫ്റ്റ്വെയർസിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്കിപ്പോൾ പുതിയതായിട്ട് നമുക്കൊരാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്തത്. കണ്ടില്ലേ, നമ്മുടെ റോബോട്ട് ഡാൻസ് കളിക്കുന്ന ഇവിടെ സേവ് ദിസ് ആനിമേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഡൗൺലോഡ് ചെയ്ത് ജിഫായിട്ട് എടുക്കാം. എന്നിട്ട് എവിടെയെങ്കിലും ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊരു ട്രിക്കിലൂടെ ഒന്ന് ഇതിനെ ആനിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ശരിക്കും ആനിമേഷന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ അല്ല. നമുക്ക് വലിയ ആനിമേഷൻസ് ഒന്നും ഇതിൽ ചെയ്യാനും പറ്റില്ല. ഇത്രയും ഇമേജസ് ഓരോന്നായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് പാടാണ്. പിന്നെ പപ്പറ്റ് വാർപ്പ് ടൂളിൻ്റെ ഒരു സഹായത്തോടുകൂടി നമുക്കത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ വരുന്ന പൊസിഷനിലൊക്കെ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് എക്സാക്റ്റ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഓരോന്നും നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ആനിമേഷൻ നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ആനിമേഷൻ പോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.